ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ആദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും ആണ് ഈ കത്തെഴുതുന്നത്. ഞാൻ അയർകുന്നത്ത് 20 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെച്ചു. ഇതിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കി ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു തരണം. കൂടാതെ നിലവിലെ വീടിൻ്റെ വാസ്തു സംബന്ധമായ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറുപടി പറയണമെന്ന്. ഈ ഒരു വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ താഴത്തെ ഒരു നില ചെയ്ത വീടാണിത്. കാരണം ഇവർ മുകളിലായിട്ടൊരു നിലയാണ് ഇവർ ചെയ്യുന്നത്. അപ്പം മുകളിൽ ഇവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൂടി പ്ലാൻ ചെയ്യുക. അതുപോലെ വടക്ക് പടിഞ്ഞാറ് പോർഷനിൽ ഇവർ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ഇവർ കൊടുക്കുക. അതുപോലെ ഈ വീടിൻ്റെ മുകൾ നിലയിൽ ഇവർ പണിയുമ്പം ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗം ഒരു ഓപ്പൺ ടെറസാക്കി ഇട്ട ശേഷം വേണം ഇവർ പ്ലാൻ ചെയ്യുവാനായിട്ട്. അതുപോലെ ടോയ്ലറ്റ് മുകളിൽ കൊടുക്കുമ്പോഴും യമസൂത്രവും ബ്രഹ്മസൂത്രവും തട്ടാത്ത രീതിയിൽ ഇവർ പ്ലാൻ ചെയ്യുക. അതുപോലെ താഴെ നിലവിൽ നിൽക്കുന്ന വീടിൻ്റെ മുറിയുടെ സൈസും തെറ്റാണ്, വീടിൻ്റെ മുകളിലത്തെ മുറിയുടെ സൈസും തെറ്റാണ്. കാരണം വെച്ചാൽ താഴത്തെ അളവിൽ നമുക്കിനി ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീടിൻ്റെ മുകളിൽ ചെയ്യുന്ന മുറികളുടെ അളവ് ഇവർ കൃത്യമാക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്ററോടെ ബെഡ്റൂമിൻ്റെ സൈസ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് ബാല്യത്തിലേക്ക് വരും. അതുപോലെ ഒരു സൈഡ് മാത്രമായിട്ട് ഇവർ 30 സെൻറ്റിമീറ്റർ കൂട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് കൂട്ടിയെടുത്താലും മതി. പക്ഷേ കൂട്ടുമ്പോൾ മൊത്തം നമ്മൾ 30 സെൻറ്റിമീറ്റർ മൊത്തത്തിൽ നമ്മൾ കൂട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ പഴയ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കോൽ കണക്കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ 79 കോൽ വരും. പൂരം നക്ഷത്രമാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് അത് മാറിക്കിട്ടും. അതുപോലെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗേറ്റ് കൊടുക്കുക. കാരണം വെച്ചാൽ നിലവിൽ ഇത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. ഇതിൻ്റെ പകുതിക്ക് വിട്ട് തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഇപ്പം നിലവിൽ ഇതിനകത്ത് ഗേറ്റ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഗേറ്റ് നിൽക്കുമ്പം നമുക്ക് റോങ് സൈഡാണ് ഗേറ്റ് വരിക. അപ്പം ഇതിൻ്റെ പകുതിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗേറ്റ് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഉത്തമമായിട്ടുള്ള സ്ഥാനത്താവും. ഒന്നുകിൽ പകുതിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ ഇതിന് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ തള്ളി നിൽപ്പുണ്ട്. അതായത് പഴയ നിലവിലുള്ള വീടിൻ്റെയാണ്. അപ്പം ആ ഒരു വർക്ക് ഏരിയ തള്ളി നിൽക്കുമ്പം ഇതിന് തെക്ക് പടിഞ്ഞാറ് മൂല മിസ്സിങ് കോർണറായിട്ട് വരും. കാരണം വെച്ചാൽ ആ ഒരു ഭാഗം ഇല്ലാത്ത അവസ്ഥയായിപ്പോവും. അപ്പം ഒന്നുകിൽ ഇവരിപ്പോൾ കറക്ഷൻ ചെയ്യുമ്പോൾ ഈ തള്ളി നിൽക്കുന്ന തെക്ക് കിഴക്ക് ഭാഗത്തെ വർക്ക് ഏരിയ പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്ത് കളയുക. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു ഭാഗം കൂടി നീളത്തിലെടുത്തിട്ട് ഒരു നീളൻ വരാന്തയാക്കി അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ടാലും ആ വിഷയം തീരും. അതുപോലെ ഇതിൻ്റെ കന്നിമൂല പോർഷൻ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് കോർണറിൽ ഇപ്പം നിലവിൽ അത് മിസ്സിങ് കോർണറായിട്ട് ഇതിനകത്ത് താമസിക്കുന്ന സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളും കാലുവേദനയും മുട്ടുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പലപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ ശ്വാസം മുട്ടലിന് അസുഖമുള്ള ഒരുപാട് കഴിയും. കാരണം ആസ്മ പോലത്തെ അസുഖങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും ഇതിന് പൂർണ്ണമായിട്ടൊരു ശമനം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകൾ പരിശോധിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ കട്ടിങ് പോർഷൻസോ അല്ലെങ്കിൽ ആ ഭാഗത്ത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർ മരുന്ന് കഴിച്ചാൽ പോലും വീണ്ടും ഈ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് കുറയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷേ അതുപോലെ തന്നെ ഈ വീടിനും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ആ ഒരു വർക്ക് ഏരിയ ഒന്നുകിൽ ഇവർ മൊത്തം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടി സ്ക്വയർ ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിലവിലുള്ള വീടിൻ്റെ മുകളിൽ പണിയാൻ പോകുന്ന വീടിൻ്റെ എനിക്ക് പറയാനായിട്ടുള്ളൂ. മുകൾ നിലയിൽ ഇവർ ടോയ്ലറ്റ് കൊടുക്കുമ്പോൾ യമസൂത്രവും ബ്രഹ്മസൂത്രവും ഒന്നും മുറിയാത്ത രീതിയിൽ അത് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റു കാര്യങ്ങളൊന്നും ഞാനിതിനകത്ത് കാണുന്നില്ല. ഇവർക്ക് ഈ ഒരു കറക്ഷൻ ചെയ്തിട്ട് ഈ ഒരു പ്ലാൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേട്ടിട്ടുണ്ട്, അതായത് കന്നിമൂലയിൽ കൊന്ന എന്ന് പറഞ്ഞാൽ കണിക്കൊന്നയുടെ കൊന്ന എന്ന വൃക്ഷം നടാറുണ്ട്. ഇത് വാസ്തുപരമായി എത്രത്തോളം അത് വാസ്തുപരമായി നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. കന്നിമൂലയിൽ അങ്ങനെ വൃക്ഷങ്ങൾ നടുന്നത് നല്ലതാണോ? ഇല്ല, കന്നിമൂലയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ശനിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. കണ്ട ശനിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മഞ്ഞൾ പോലത്തെ മഞ്ഞളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യമൊക്കെ കുറയുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചില വീടുകൾ ഒരു 7 സെൻറ്റ് സ്ഥലത്തിലായിരിക്കും നിൽക്കുക, ചിലപ്പോൾ 5 സെൻറ്റിലായിരിക്കും, ചിലപ്പോൾ 20 സെൻറ്റ് സ്ഥലം കാണും. അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കാം. മാവ് വേണമെങ്കിൽ മാവ്, ചിലരാണെങ്കിൽ വാഴ വെക്കുന്ന ആൾക്കാരുണ്ടാവും.
ചിലർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തെങ്ങിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് നമുക്ക് ചെടി വെക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന യാതൊരു സാധനങ്ങളും നമുക്കിവിടെ പ്ലാൻ ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പം 10 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കന്നിമൂല പോർഷനിലായിരിക്കും ചിലപ്പോൾ ടാങ്ക് കുഴിക്കാനൊക്കെ പറ്റുക. പക്ഷേ അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ വരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന റെമഡി എന്താണെന്ന് വാസ്തുവിൽ നോക്കി അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്തിട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ചില സാധനങ്ങൾ, അതായത് ചില മരങ്ങൾ, അതായത് ആത്ത പോലത്തെ മരങ്ങളുണ്ട്. ആത്തയുടെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് പുറത്തു വിടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ വിഷമാണ്. കാരണം ചില അത് തൊട്ടടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും നമ്മൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും ശ്വസിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ വന്ന് പോകുന്നതിന് കാരണമായി തീരും. അതുപോലെ നമ്മുടെ ചീമപ്പലാവ്, അതുപോലെ കറയുള്ള മരങ്ങളുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മൾ ചെടികളോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളോ വെക്കുമ്പം നമുക്ക് കൂടുതൽ ഗുണഫലങ്ങളും പോസിറ്റീവ് എനർജി തരുന്ന സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും, ഐശ്വര്യം ഉണ്ടാവുകയും നമുക്ക് ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും വാസ്തുപരമായിട്ടുള്ള സംശയ ദൂരീകരണങ്ങൾക്കുമൊക്കെയായി ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്താവുന്നതുമാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണത്തിനുമൊക്കെയായി ഞങ്ങൾക്കും എഴുതിയിരിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതിയ യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.